ടി ശങ്കരക്കുറുപ്പിന്റെ അതിപ്രസിദ്ധമായ ഒരു കവിതയാണ് ചന്ദനക്കട്ടിൽ. ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് വെളിച്ചം വീശുന്ന ആ കവിത ഹരികഥയുടെ രൂപത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ചന്ദനക്കട്ടിൽ. വേമ്പലനാട്, ഇന്നത്തെ കോട്ടയം. പണ്ടുകാലങ്ങളിൽ കട്ടിലിൽ കിടക്കുവാനുള്ള സൗഭാഗ്യം തമ്പുരാക്കന്മാർക്കും തമ്പുരാട്ടിമാർക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല തമ്പുരാനെ, ഞാനൊരു ആഗ്രഹം സൂചിപ്പിച്ചാൽ അങ്ങനെ എനിക്ക് സാധിച്ചു തരുമോ? തീർച്ചയായും തമ്പുരാട്ടി പറഞ്ഞുകൊള്ളൂ, നാം അത് സഫലമാക്കി തരാം. എനിക്ക് ചന്ദനം കൊണ്ടുള്ള ഒരു കട്ടിൽ വേണം. തമ്പുരാട്ടിയുടെ ആഗ്രഹം പോലെ. അങ്ങനെ തമ്പുരാന്റെ കൽപ്പന അനുസരിച്ച് മേനോക്കിയച്ചനും മേനോന്മാരും തച്ചന്മാരും നായന്മാരും ഒക്കെ ഒരു വൻപടയായി വാക്കത്തിയും കോടാലിയും എടുത്ത് തമ്പുരാനെ ഒച്ചാനിച്ച് തൊഴുതിറങ്ങി. മേനോക്കിയച്ചോ, നമ്മളിന്ന് ചന്ദനമരം തേടി എങ്ങോട്ടേക്ക് പോകും? ചന്ദനമരമില്ലാതെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പ്രവേശനമില്ല. തമ്പുരാൻ പറഞ്ഞത് എല്ലാരും കേട്ടയാണല്ലോ. തടിമൂത്ത ചന്ദനം കൊണ്ടല്ലാതെ പടികടന്നാലും വരേണ്ട നാളെ, തലയും ചൊറിഞ്ഞു തിരിച്ചു വന്നാൽ തലയോട് കൂടി വിടില്ലൊരാളെ. ഔ, ക്ഷീണിച്ചു. ഇനി ഒരടി മുന്നോട്ടേക്ക് ഞാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നടന്ന് നടന്ന് നേരം ഉച്ചയായി. വിശപ്പും ദാഹവും സഹിക്കു വയ്യാതെ ആയപ്പോൾ കയ്യിൽ കരുതിയിരുന്ന പൊതിച്ചോറുണ്ണുവാനായി ഒരു അരുവിയുടെ തീരത്തേക്ക് അവരിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടെ ഒരാൾ ചോദിച്ചു. അതെ, അങ്ങോട്ടേക്ക് നോക്കിക്കേ, ചന്ദനമരമല്ലേ? അതെ. അരുവിതൻ വക്കിൽ കുറച്ച കാലത്ത് ഒരു മരം ചന്ദനം തന്നെയല്ലേ, പല മരം കണ്ടു തഴക്കമാണ് തലവനാശാരിതൻ ചെന്നു നേരെ. ഇല്ല, ചന്ദനം തന്നെ. ഇത് കേട്ട പാതി എല്ലാവരും അരുവിയിൽ കൈ കഴുകി ആ ചന്ദന മരത്തിന് നേരെ കുതിച്ചു. ഒരാൾ ഒരു ചെറുചില കൊത്തിയെടുത്ത് മണത്ത് നോക്കി. ആഹാ, ചന്ദനത്തിന്റെ നനുത്ത ഗന്ധം. ഇപ്പോൾ തന്നെ ഈ ചന്ദനമരം തെറ്റി തിരിച്ച് കൊട്ടാരത്തിലേക്ക് പുറപ്പെടണം. അരുതേ തച്ചന്മാരെ, എന്നെ ഒന്നും ചെയ്യരുത്. തമ്പുരാന്റെ കൽപ്പന അനുസരിച്ച് ചന്ദനമരമില്ലാതെ തിരിച്ചു നിന്ന് കൊട്ടാരത്തിലേക്ക് പ്രവേശനമില്ല. നിങ്ങൾ മനുഷ്യരുടെ സുഖങ്ങൾക്ക് വേണ്ടി